ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തേക്ക് വരാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത് കർഷകർക്ക് കാലം അനുകൂലമായി കാണും. കർഷക വൃത്തിയിലൂടെ വരുമാനം കണ്ടെത്തിയിരിക്കുന്നവർക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ്. എന്നാൽ നിങ്ങൾ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഈ തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങൾ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വഭവനത്തിലുള്ളവരുമായിട്ടാണെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള, സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോപണങ്ങളിൽ നിന്നൊക്കെ കരകയറുന്ന ഒരു സമയമാണ്. ദീർഘനാളായിട്ട് നിങ്ങൾ ചില കുറ്റാരോപണനൊക്കെ വിധേയരാകുക. കുറ്റമൊക്കെ നിങ്ങളുടെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആരോപണത്തിൽ നിന്നൊക്കെ മാറുന്നു. ആരോപണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം മാറാനും ചില തെറ്റിദ്ധാരണകളൊക്കെ മാറി നിങ്ങൾക്ക് സമൂഹ മധ്യത്തിൽ നല്ലൊരു വില ഉണ്ടാകാനുള്ള, നല്ലൊരു പേര് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായൊരു സമയമാണ്. ഈ വിവാഹ ചിന്തനം നടത്തുന്നവർക്ക് വളരെ ഗുണകരമായ സമയമാണ്. ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി ഉണ്ടാകുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചക്ക് തയ്യാറേണ്ട സാഹചര്യമൊക്കെയുള്ള സമയമാണ്. ധനലാഭം കാണുന്ന സമയമാണ്. ഈ ബിസിനസ്സിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റിതര മാർഗത്തിലൂടെ വരുമാന വർധനവോ ഒക്കെ കാണുന്നു. നിങ്ങൾക്ക് വാഹന ഇടപാടുകൾ സൂക്ഷിച്ചോണം. വാഹന ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ അധ്യാപക വൃത്തിയുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു. അധ്യാപകർക്കൊക്കെ ആണെങ്കിലും വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നൊക്കെ വളരെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും. കലാരംഗത്തുള്ളവർക്കാണെങ്കിലും ആഗ്രഹിച്ച പോലുള്ള ലെവലിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ്. എന്നാൽ സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അത് ഭാര്യ, മാതാവ് എന്നിവരുടെ രീതിയിൽ നിന്ന് വീട്ടിൽ കലഹം ഉണ്ടാകുക, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്ത്രീകൾ മുഖാന്തരം മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ നില അത്ര ഗുണകരമല്ല. പ്രത്യേകിച്ചും മാതാവിന് രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ രോഗമുണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാതാവിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. ഇത് നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ്, മനസ്സ് സങ്കടഭരിതമാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ കൊടുക്കൽ വാങ്ങലിലൊക്കെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ പോകുന്നത്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഒരു പുതിയ ഉണർവുണ്ടാകുന്നൊരു സമയമാണ്. കുറേ നാളായിട്ട് ബിസിനസ്സിൽ പല മേഖലകളിലും ചെറിയ ക്ഷയിച്ചൊക്കെ പോയതൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും മെച്ചപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അശരണർക്കൊക്കെ സഹായം ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ്, ഇടവരുത്തുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ചും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പ്രലോഭനത്തിൽ വശംവദനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് ജീവിത അവസാനം വരെ ആ ദുഷ്പേര് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകേണ്ടിയിരുന്ന രാഷ്ട്രീയ ഭാവിയൊക്കെ ഉണ്ടാകേണ്ടതൊക്കെ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് വഴിവിട്ട കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത്. ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുണകരമായ സമയമാണ്. ഉദ്യോഗത്തിലൊക്കെ ഉയർച്ച കാണുന്നു, പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നു. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് പരിഗണിക്കുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം.
നിങ്ങൾക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ധനനഷ്ടത്തിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒന്ന് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വൻ വ്യവസായികൾക്കൊക്കെ കാലം അനുകൂലമാണ്. എന്നിരുന്നാലും നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയും പോലെ ഭഗവാന്റെ കാര്യങ്ങളിലൊക്കെ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി സദാ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി പകുതി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചിരിക്കാതെ കർമ്മനിരതരായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു ടേണിംഗ് പോയിൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എങ്കിൽ നിലവിലുള്ള സ്ഥിതിയൊക്കെ മാറി നല്ല സാമ്പത്തിക അവസ്ഥയിലൊക്കെ ജീവിച്ചു പോകാൻ സാധിക്കുന്ന നല്ലൊരു ഭാവിയുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ മാസം. അതുകൊണ്ട് നിങ്ങൾ നടിപിടിച്ചിരിക്കാതെ നന്നായിട്ട് ഉണർവോടുകൂടി ഉന്മേഷത്തോടുകൂടി നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സമയവും കഴിവും ഒക്കെ ആത്മാർത്ഥതയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം വൻ വിജയമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ്. പണിയെടുക്കേണ്ടി വരും, പണിയെടുത്താൽ ഫലവും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ നിലയിലെ ചില ദോഷഫലങ്ങളുടെ മാറ്റം കുറക്കാനും ഭാഗ്യ താരകങ്ങളുടെ ഒക്കെ ബലം കൂട്ടാനുമായിട്ട് വെള്ളിയാഴ്ചകളിലൊക്കെ നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. വിഘ്നേശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ ചെയ്യുക. ഗണപതി ഹോമം, കറുകപ്പുല്ല്, നാരങ്ങമാല എന്നിവയൊക്കെ കൊടുക്കുന്നത് വെള്ളിയാഴ്ച കൊടുക്കുന്നത് ഗുണകരമായിരിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാനെ മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതൊക്കെ ഗുണകരമാണ്. തുളസിമാലയൊക്കെ കൊടുക്കുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തിടപ്പള്ളിയിൽ ബ്രഹ്മരക്ഷസിന് പത്മമിട്ട് പാൽപ്പായസം നിവേദിക്കുന്നത് ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ അന്നദാനം നടത്തുന്നത് അമ്മയുടെ പേരിലൊക്കെ, വയ്യാതെ കിടക്കുന്ന അമ്മയുടെ പേരിലൊക്കെ അന്നദാനം നടത്തുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയായിട്ടാണെങ്കിൽ നിങ്ങൾ അമ്മയുടെ പേരിൽ ധന്വന്തരി ക്ഷേത്രത്തിൽ പാനകം വഴിപാടായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അമ്മയുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി കഴിച്ചാലും മതിയാവും. എന്തു തന്നെയായാലും നല്ലൊരു സമയമുണ്ടാകട്ടെ, നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.